ആദ്യം പച്ച കള്ളം പറഞ്ഞു, ഇപ്പോൾ മെമ്മറി കാർഡ് മുക്കി. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവർ യദുവും തമ്മിലുള്ള വാക്പോരിൽ കൂടുതൽ തെളിവുകൾക്കായി തർക്കമുണ്ടായ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ തേടി പോലീസ് എത്തിയപ്പോൾ സംഗതിയില്ല. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ആചാരത്തിന്റെ ഭാഗമായി DVR ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് വിശദ പരിശോധനയിൽ പോലീസ് കണ്ടെത്തി. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തങ്ങൾ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്താനായില്ലെന്ന് പോലീസ് അറിയിച്ചു. മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ഏതോ ആണുങ്ങൾ മാറ്റിയതാണെന്നും അന്വേഷിക്കുമെന്നും SHO ജയകൃഷ്ണൻ പറഞ്ഞു. ഭയങ്കര. അതേസമയം മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്ന് ഡ്രൈവർ യദു പ്രതികരിച്ചു. മെമ്മറി കാർഡ് നുണച്ചി മേയറുടെ അന്തംഗമ്പി പാർട്ടിക്കാർ ആരെങ്കിലും എടുത്തു മാറ്റിയതാകാമെന്നാണ് യദു പറയുന്നത്. താൻ ബസ് ഓടിക്കുമ്പോൾ CCTV പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ യദു പറഞ്ഞു. മെമ്മറി കാർഡ് സംഭവം നടന്ന ഉടനെ മാറ്റുവാനുള്ള ഷെർലക് ഹോംസ് ബുദ്ധി തനിക്കുണ്ടായിരുന്നുവെങ്കിൽ താൻ ഈ നാറിയ ശമ്പളം തരാത്ത KSRTC ബസിന്റെ തേഞ്ഞ വളയം പിടിക്കുവാൻ വരുമായിരുന്നോ, വല്ല മേയറോ MLA ഒക്കെ ആകില്ലായിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചു. സത്യമല്ലേ? പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറും സിൽബന്ധികളും സഞ്ചരിച്ച സ്വകാര്യ കാർ സീബ്ര ലൈനിന് കുറുകെയിട്ട് ബസ് തടഞ്ഞതിന്റെ CCTV ദൃശ്യങ്ങളും പട്ടം മുതൽ വിവിധ ഭാഗങ്ങളിൽ ബസ്സിനെ കാർ ചേസ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെയാണ് ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ തീരുമാനിച്ചത്. ഡ്രൈവറുടെ മുന്നിലടക്കം 3 ക്യാമറകളാണ് ബസ്സിലുള്ളത്. അതും കൂടി പുറത്തു വന്നാൽ മേയറുടെ അടപ്പ് തെറിക്കുമായിരുന്നു. ഇത് ആരുടെ വീഴ്ചയാണ്? പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതരമായ ഒരു വീഴ്ചയാണിത്. പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വിഷയം തീർന്നുവെന്നും ഇതുപോലെ വിവാദമാകുമെന്നും പോലീസ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ വാഹനം പിടിച്ചെടുത്ത പോലീസ് ഈ കേസിലെ സുപ്രധാന തെളിവായ വാഹനത്തിനുള്ളിലെ DVRൽ നിന്നും മെമ്മറി കാർഡ് സുരക്ഷിതമായി വീണ്ടെടുക്കണമായിരുന്നു. ഇതായിരുന്നു നിർണായകമാകുന്ന തെളിവുകൾ. ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ ആണുങ്ങൾ മെമ്മറി കാർഡ് അടിച്ചുകൊണ്ടുപോയി എന്നും പറഞ്ഞ് കുനിഞ്ഞു നിൽക്കുന്ന ഇവന്മാരെ വെണ്ടിച്ചോറിന്റെ അടുത്ത് വിട്ട് വിദഗ്ധ പരിശീലനം കൊടുക്കണം. ഇതൊന്നും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമല്ല, ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കേണ്ടുന്ന കാര്യമല്ല. അദ്ദേഹം പ്രോപ്പർ പരീക്ഷ പാസ്സായി വന്നതായിരുന്നുവെങ്കിൽ. സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ശേഷം കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കുവാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് KSRTCക്ക് ചട്ടപ്രകാരം കുറിമാനം കൊടുത്തുവിട്ടു. തൃശ്ശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയ ശേഷമാണ് പരിശോധന എന്ന ആചാരം നടന്നത്. അപ്പോഴേക്കും ആണുങ്ങൾ സാധനം അടിച്ചു മാറ്റിയിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ കാര്യമായി ഉണ്ടാക്കിയേനെമെന്ന് പോലീസ് പറഞ്ഞു. പുലി തലേ ദിവസം ആടിനെ പിടിച്ച് ശാപ്പിട്ടിട്ട് പിറ്റേ ദിവസം പോയി അവിടെ നോക്കിയാൽ എന്ത് കിട്ടും? ആ സാധനം പോലും പോലീസിന് കിട്ടിയില്ല. ഒരു വേശ്യയുടെ തലയിൽ പോലീസ് മേധാവിയുടെ തൊപ്പിയും ലാത്തിയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വാർത്ത വന്നിട്ട് അവൻ ഇന്നും ഒരു സർക്കാർ സംവിധാനത്തിന്റെ മേധാവിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. നിക്കറിനകത്ത് സുരക്ഷിതമായി വെച്ചിരിക്കുന്നത് പോലും ആമ്പിള്ളാർ കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ആദ്യം പുലി പോലെ ചാടിയ ഗണേഷ് കുമാർ ഇപ്പോൾ അടുക്കളയിൽ കയറി ഭാര്യയുടെ പിറകിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് വിവരം. അന്വേഷണം പതുക്കെ മതി, ധൃതി ഒട്ടുമില്ല, ഇനി നാണം കെടാൻ എനിക്ക് വയ്യെന്നാണ് പുള്ളി പറയുന്നത്. പഴയ മിണപ്പ് തീർന്നു എന്ന് സാരം. ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് അന്വേഷിക്കുവാൻ KSRTC MDക്ക് നിർദ്ദേശം നൽകിയതായി ഗണേഷ് കുമാർ പ്രസ്താവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗണേഷ് അങ്ങ് ഒലത്തിയേനെമെന്ന്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും തിരുവനന്തപുരത്തെ KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിലെ യാഥാർത്ഥ്യം പുറത്തു വരുന്നതിൽ നിർണായകമായ വഴിത്തിരിവാകമായിരുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇപ്രകാരം നഷ്ടപ്പെട്ടത്. ഇടതു സംഘടനകൾ ഉൾപ്പെടെ ഇന്ന് ലോക തൊഴിലാളി ദിനം ആചരിക്കുമ്പോൾ മേയറുമായി തർക്കത്തിലേർപ്പെട്ട KSRTC ബസ് താൽക്കാലിക ഡ്രൈവറെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഇന്നലെ ഒരു പ്രമേയം പാസാക്കി സഹാക്കളെല്ലാവരും കൈയടിച്ചു എന്നൊരു സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയുണ്ട്. ബ്ലഡി തൊഴിലാളീസ് വിപ്ലവ പാർട്ടിയോടാണ് കളി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.